ചോയ്സസ് ഇൻ ലൈഫ് അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ചോയ്സസ് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ജീവിതാനുഭവങ്ങളല്ലാതെ ഒരാൾക്കും ഇത് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. പുസ്തകം വായിച്ചിട്ട് ഒരു സെലക്ഷൻ പറ്റുമോ? നമുക്ക് എന്റെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോൾ അടുത്ത ചോയ്സിനുള്ള ഒരു ബേസ് ആണത്. അത്രയും ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോ അന്വേഷിക്കാൻ പറ്റും ഒരു കാര്യത്തെ കുറിച്ച്. എനിക്ക് ചോയ്സസിനുള്ള സാധ്യത വളരെ കൂടുതൽ വരാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പരാജയങ്ങൾ ഞാൻ നേരിട്ടുള്ള ഒരാളാണ്. കാരണം ആദ്യം മുതൽ തന്നെ മനുഷ്യൻ വേണ്ടാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് മുഴുവൻ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഏഷ്യാനെറ്റിൽ ആദ്യം വരുന്നത് സഞ്ചാരം എന്ന് പറഞ്ഞൊരു പരിപാടിയായിട്ടാണ്. 97-ലൊക്കെ ലോകയാത്ര ചെയ്ത് ഒരു പരിപാടി ഉണ്ടായിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ സമ്മതിക്കുമോ? വിശ്വസിക്കുമോ? അതാണ് സംഭവിച്ചത്. അപ്പം അത് പരാജയമാകുന്നതിന് വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയുള്ള ഭ്രാന്ത് പിടിച്ച പരിപാടികളാണ് ഞാൻ ചെയ്തതിൽ ബഹുഭൂരിപക്ഷം. അത് സ്വാഭാവികമായിട്ടും സമൂഹത്തിന് ആദ്യം മനസ്സിലാവില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു വീട് പണി, അല്ലെങ്കിൽ ഞാനൊരു ഹെറിറ്റേജ് ഐലൻഡ് പണിയാണെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു സാധനം പണിതു. അത് 2004 കാലത്തിലാണ് നോക്കണം. അപ്പോ ചെമ്പ് എന്ന് പറഞ്ഞൊരു വില്ലേജില്, മമ്മൂട്ടിയുടെ ഗ്രാമമാണ്. അപ്പൊ അവിടെ ഒരു ഐലൻഡില് ഈ പഴയ ഹെറിറ്റേജ് ബിൽഡിങ്ങുകളെല്ലാം ശേഖരിക്കണം. തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ 8 കെട്ടുകൾ, 4 കെട്ടുകൾ, മരം കൊണ്ട് പണിത വീട്, ഇതെല്ലാം പണിയണം. അതൊരു സാംസ്കാരിക കേന്ദ്രമാക്കണം. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ ആ നാട്ടുകാർ മൊത്തം എതിരാ. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് നിൽക്കുന്നത് ഇതിനെ എതിർക്കാനാണ്. മനസ്സിലായില്ലേ? കേരളത്തിലെ അന്നത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ്, ഇത്തരം കാര്യങ്ങളെയൊക്കെ അന്ന് നഖശികാന്ത് കേൾക്കുന്ന നേതാവ് അവിടെ വന്ന് ചങ്ങാടം കെട്ടി പ്രസംഗിച്ചു. ടൂറിസ്റ്റ് മാഫിയ എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സാമൂഹികദ്രോഹ പ്രവർത്തനം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു സാംസ്കാരിക കേരളത്തിന്റെ നഷ്ടപ്പെട്ട ഒരു പൈതൃകത്തെ പുനഃസൃഷ്ടിക്കുന്ന ഒരു ഗ്രാമമാണ് നമ്മുടെ മനസ്സിലെ. ഇത് മനുഷ്യന് മനസ്സിലാവണ്ടേ? അപ്പൊ ഈ മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? ഞാനിപ്പോ ടൂർ നടത്തുന്നു എന്ന് പറഞ്ഞല്ലോ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. ഞാൻ ആദ്യം ടൂർ നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത് ഇങ്ങനെയല്ല. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ആളുകൾക്ക് ഈ അത്യാഗ്രഹം, ട്രാവൽ, ലോകം കാണണമെന്ന് അത്യാഗ്രഹമുള്ള ആളുകളെ മാത്രം കൊണ്ടുപോകാം. അപ്പൊ അവർക്ക് പൈസയാണല്ലോ പ്രശ്നം, അല്ലെ? അതാണല്ലോ അവരുടെ ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് യാത്ര ചെയ്യാത്തത്. അപ്പൊ ഏറ്റവും ചെലവ് ചുരുങ്ങി പോവുക. അങ്ങനെ 3 ടൂർ നടത്തി തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ദാരിദ്ര്യമായിരുന്നു ടൂർ മൊത്തം എന്നായി പരാതി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ദാരിദ്ര്യം കാണിക്കരുത്. ഇനി കൊണ്ടുപോകുന്ന 5 സ്റ്റാറിലേ കൊണ്ടാവുള്ളൂ. എന്നിട്ട് ആ കാശ് മേടിച്ചിട്ട് നല്ല 5 സ്റ്റാറിൽ താമസിപ്പിക്കുക. മനസ്സിലായില്ലേ? എന്തിനാ പറഞ്ഞു വന്നതേ എല്ലാവരും അവരിങ്ങനെ വാവ് എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു പറയുന്നത് മൊത്തം ദാരിദ്ര്യമായിരുന്നു.